LDF, UDF മുന്നണികൾക്കും മുൻ MLA PV അൻവറിനും നിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെണ്ണലിൽ ആദ്യ ഫലസൂചന 8:30 ലഭ്യമാകും. മുന്നണികളും സ്ഥാനാർത്ഥികളും ഒരുപോലെ ആത്മവിശ്വാസത്തിലും വിജയപ്രതീക്ഷയിലുമാണ്. സമീപകാലത്തെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ നിലമ്പൂരിൽ ജനവിധിയറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ രാവിലെ 8-നാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. 263 ബൂത്തുകളാണുള്ളത്. 14 ടേബിളുകളിലായി 19 റൗണ്ട്. വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നും തുടങ്ങി അമരമ്പലത്ത് അവസാനിക്കുന്ന വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ UDFO, LDFO, അൻവറോ ആര് ജയിച്ചാലും ഈ വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും വിജയസൂചനകൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വലിയ വിജയം പ്രതീക്ഷിക്കുമ്പോൾ LDF സ്ഥാനാർത്ഥി M സ്വരാജ് നേരിയ വോട്ടിനെങ്കിലും വിജയിക്കുമെന്ന് CPIM കണക്കുകൂട്ടുന്നു. LDFിൽ നിന്നും രാജിവെച്ച് തെരഞ്ഞെടുപ്പിന് തന്നെ കാരണക്കാരനായ PV അൻവറും മത്സരരംഗത്തിറങ്ങിയത് മുന്നണികളുടെ കണക്കുകൂട്ടലുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. നാളെ അറിയാം ആര് ജയിക്കും, ആര് തോൽക്കും. ഫലമെന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ കുറച്ചുനാൾ നിലമ്പൂർ നിറഞ്ഞു നിൽക്കും. ന്യൂസ് മലയാളം, നിലമ്പൂർ.